കേരളം കാത്തിരുന്ന ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചുരുക്കം ദിവസങ്ങൾ മാത്രമേ പ്രചരണത്തിനായുള്ളൂ. LDF താഴെ തട്ടിലിറങ്ങി പ്രവർത്തനം നടത്തിവരികയാണ്. PV അൻവർ UDFന് വേണ്ടി LDFനെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്. PV അൻവറിൻ്റെ യാത്ര UDFന് വേണ്ടിയാണ്. നെറികെട്ട നിലപാടാണ് അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. LDF വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. LDF വലിയ കുതിപ്പ് നടത്തുക തന്നെ ചെയ്യും. അവസരവാദ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടും. മൂന്നാം LDF സർക്കാരിലേക്കുള്ള തുടക്കമായിരിക്കും നിലമ്പൂർ എന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സരരംഗത്തെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്. UDF വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോഴുള്ളത്. എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുകയാണ്. നിലമ്പൂരിലും വർഗീയ കൂട്ടുകെട്ടിന് UDF ശ്രമിക്കും. അതിനെ LDF പ്രതിരോധിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ 19 നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെയുണ്ടാകും. ജൂൺ 2 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പെരുമാറ്റച്ചട്ടം ഉടൻ നിലവിൽ വരികയും ചെയ്യും. 3 സൂക്ഷ്മ പരിശോധനയും നടക്കും. ജൂൺ 5 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. MLA ആയിരുന്ന PV അൻവർ രാജിവെച്ചതിനെ തുടർന്ന് വന്ന ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നിലമ്പൂർ ഉൾപ്പെടെ രാജ്യത്തെ 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ജൂൺ 19 ഉപതെരഞ്ഞെടുപ്പ് നടക്കുക.